ചില കാരണന്മാരുണ്ട്, രക്ഷകർത്താക്കൾ അമിതമായിട്ട് കുട്ടികളെ നിയന്ത്രിക്കുന്ന ആളുകൾ. ഞാൻ വരച്ച വരയിൽ കൂടെ തന്നെ പോകാവുള്ളൂ, ഞാൻ പറയുന്ന മാത്രമേ ചെയ്യാവുള്ളൂ, അനുസരിക്കാവുള്ളൂ, മക്കളും അവരുടെ ഭാര്യ അല്ലെ ഭർത്താവ് അവർ ഞാൻ പറയുന്നത് കേട്ട് ജീവിച്ചാൽ മതി എന്നൊക്കെയുള്ള ചില ഈ പിന്തിരിപ്പൻ ചിന്താഗതി വെച്ചിട്ടിരിക്കുന്ന ചില രക്ഷകർത്താക്കളുണ്ട്. സത്യത്തിൽ കുട്ടികൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ പുറകെ ക്യാമറയായിട്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല. അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ. പുതിയ കാലത്ത് പുതിയ സങ്കേതങ്ങൾ, പുതിയ സൗകര്യങ്ങൾ, പുതിയ അവസരങ്ങളെല്ലാം ഉപയോഗിച്ച് അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ. എന്തെങ്കിലും സംശയം നമ്മളോട് ചോദിച്ചാൽ മാത്രം പറഞ്ഞാൽ പോരെ. ചുമ്മാ എന്തിനാ ഈ പുറകെ നടന്ന് അവർക്ക് സ്വൈര്യക്കേട്, അതിൻ്റെ പേര് നമുക്ക് സ്വൈര്യക്കേട്, ഇതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, അവരെ സ്വന്തമായിട്ട് വരുമാനമുള്ളവരാക്കി മാറ്റുക. അതിനുശേഷം അവരെ വിവാഹം കഴിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്കൊരു കുടുംബമായി, അവരുടെ ഇഷ്ടത്തിന് അവർ ജീവിക്കട്ടെ. അവർ പുറത്ത് പോവുകയോ പിന്നെ ടൂർ പോവുകയോ അങ്ങനെയുള്ള എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്യട്ടെ. നമ്മളെന്തിനാ അതിനെ കൺട്രോൾ ചെയ്യാൻ പോകുന്നേ? നമ്മളോട് ടൂർ പോരണമെന്ന് പറയുകയാണെങ്കിൽ യെസ്, അല്ലെങ്കിൽ നോ, ഓക്കെ. അല്ലാതെ നീ പോകണ്ട എന്ന് അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഒരു പ്രായം കഴിഞ്ഞാൽ ജീവിതം എന്ന് പറയാൻ ഇപ്പോൾ വിശ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഇഷ്ടംപോലെ എന്തെല്ലാം അവസരങ്ങളുണ്ട്. പൈസ ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഫുഡ് നമ്മുടെ വീട്ടിൽ വരും. നമുക്ക് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ആരോട് വേണ്ട സംവദിക്കാൻ പറ്റും. അങ്ങനെ എന്തെല്ലാം സൗകര്യങ്ങളാണ് ഇന്ന് പിന്നെ ഈ തലമുറയ്ക്ക് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് മക്കളെ ഒരു പ്രത്യേക തരത്തിൽ സൂക്ഷിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ പ്രശ്നത്തിൽ ചാടുമെന്നായിരിക്കും രക്ഷകർത്താക്കളുടെ സംശയം. ഒരു പ്രശ്നത്തിൽ ചാടണ്ടെന്നേ, പ്രശ്നം ഉണ്ടാകുമ്പോഴല്ലേ അത് പരിഹരിക്കാൻ അവർ പഠിക്കുകയുള്ളൂ. അല്ലാതെ അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാകാതെ അവരുടെ മുമ്പിൽ നടന്ന് ഈ പ്രശ്നങ്ങളെല്ലാം തട്ടി നീക്കി പോകേണ്ട കാര്യം എന്താ? അവർ പ്രശ്നം പരിഹരിക്കാൻ പഠിക്കട്ടെ. അവർക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് പരിഹരിക്കാൻ പഠിക്കുന്നത്. അപ്പോൾ അതിനുള്ള അവസരം പോലും കൊടുക്കാതെ എപ്പോഴും ഇങ്ങനെ അവരെ കൺട്രോൾ ചെയ്തുകൊണ്ട് നടക്കരുത് രക്ഷകർത്താക്കൾ. പ്രത്യേകിച്ചും കുട്ടികൾ വിവാഹിതരായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതാണ് അതിൻ്റെ ശരി. അപ്പോൾ അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ സമാധാനമായിട്ട് ജീവിക്കാം. നമ്മുടെ സൗകര്യത്തിന്, രക്ഷകർത്താക്കളുടെ സൗകര്യത്തിന് അവരും ജീവിക്കട്ടെ. കുട്ടികൾ അതിനകത്ത് കൂടുതൽ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. കാർത്താൻ അവിടെ ഇരുന്നോണം, പുറകെ ഇരുന്നോണം, അല്ലെങ്കിൽ കാർന്നത്തി അവിടെ സൈഡിൽ ഇരുന്നോണം, അങ്ങനെയുള്ള കാര്യമൊന്നുമില്ല. അവർക്കും അവരുടേതായ ഒരു സ്പേസ് ഈ ഭൂമിയിലുണ്ട്. അത് ഉപയോഗിക്കുക, സന്തോഷമായിട്ട് പരസ്പരം സന്തോഷം കൊടുക്കുക. അപ്പോൾ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാമറ വെച്ചുകൊണ്ട് നടന്നിട്ട് ഒരു പ്രത്യേകിച്ച് യാതൊരു ഗുണവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല.